അപ്പോൾ ഉള്ളിത്തീയലിനുള്ള ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചുവന്ന മുളക്, അല്ല ഉണങ്ങിയ കറിവേപ്പില വറക്കാനാണ് കേട്ടോ, തേങ്ങയുടെ കൂടിയിട്ട് വറക്കാൻ വേണ്ടിയിട്ടാണ്. തീ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇടാം. ഞാൻ തേങ്ങ ചിരണ്ടിയൊക്കെ വെച്ചിരുന്നതാണ്. അപ്പോൾ തേങ്ങ ഇട്ടു. എത്ര തേങ്ങ വേണം അത്ര ഇട്ട് കൊടുക്കുക. ഉണ്ട് 1/2 കിലോ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കണം. അത്യാവശ്യം നല്ലോണം തേങ്ങ വേണം കേട്ടോ 1/2 കിലോ ഉള്ളിക്ക്. അപ്പം അധികം തേങ്ങ ഇട്ടിട്ടില്ല. തേങ്ങ ഇട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് നല്ലോണം വരിക. ഞാൻ കുറച്ച് ഇടുള്ളൂ കേട്ടോ. അതേ നമുക്ക് നല്ലവണ്ണം തേങ്ങ വറുത്തെടുക്കാം. വേണമെങ്കിൽ 2-3 ഉള്ളി ഇതിൻ്റെ അകത്തിട്ട് വറുത്തെടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വറക്കേണ്ടവർക്ക് അങ്ങനെ വറക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവുന്ന നല്ലതല്ലേ, അതാണ്. ഇതിൻ്റെ കളറൊക്കെ നല്ലവണ്ണം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് മല്ലിപ്പൊടി. ഇനി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ആ ഉള്ളി വഴണ്ടി വരാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 കിലോ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള കടുക്, കറിവേപ്പില. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം അത് കടുക് ഒരുമിച്ച് പൊട്ടിക്കോളും. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കും. എണ്ണ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, കാരണം നമുക്ക് അധികമുണ്ട്. ഇത് വഴണ്ട് വരാൻ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. എന്നാലേ ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി പെട്ടെന്ന് വഴണ്ട് കിട്ടുള്ളൂ. അവസാനം ഉപ്പിടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി വഴണ്ട് വരത്തില്ല, സമയമെടുക്കും ഒരുപാട്. കുറച്ചധികം ഉള്ളി ഉള്ളതുകൊണ്ട് നല്ല വലിപ്പത്തിൽ ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പുളി ഒഴിച്ചു കൊടുത്താലേ അതിന് പുളി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞെടുത്തിട്ട് വരാം. നല്ലവണ്ണം വഴണ്ട് നല്ല താന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ഉള്ളി ഉണ്ടായില്ലേ, ഇപ്പം ഇത് ഇത്രയും ഉള്ളിയിലുള്ള വെള്ളമയം ഒക്കെ പോയി നല്ലവണ്ണം ഒന്ന് വഴണ്ട്. അപ്പം നല്ല ഉള്ളി വഴണ്ട നല്ല മണമൊക്കെ ഇങ്ങനെ വരും. ഓണം ഇങ്ങനെ വഴണ്ട് വന്നു കഴിയുമ്പം അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ പുളി വെള്ളത്തിൽ കിടന്ന് ഒന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. ഇത് ആറിയിട്ടുണ്ട് കേട്ടോ, അരച്ചെടുത്തിട്ട്. പുളി വെള്ളത്തിൽ കിടന്ന് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നമുക്കിതിലേക്ക് അരച്ചെടുത്തുകൊണ്ട് വന്ന് അരപ്പൊഴിച്ച് കൊടുക്കാം. നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 സ്പൂണായി ഇതിൻ്റെ അകത്ത്. ഇനി ഇത് നല്ലവണ്ണം തിളച്ച് തരണം. തീ കൂട്ടി വെച്ചിട്ട് നല്ലവണ്ണം തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം അതാ നമ്മുടെ ഉള്ളിക്കറി നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീ നിർത്തി കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ.
ശർക്കരയൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് എത്താനും. ഉപ്പ് നോക്കണം, ഉപ്പ് പാകത്തിനല്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ കുറച്ചും കൂടി ഇട്ടാലും നല്ലതാണ് കേട്ടോ. തേങ്ങ ഇടേണ്ടവർക്ക് തേങ്ങ ഇടാം. കൊള്ളാം, അടിപൊളി. പുളി പാകത്തിനാണ് കേട്ടോ. ഇത്തിരി ഉപ്പും കൂടെ വേണം, ഒരു നുള്ളു ഉപ്പും കൂടെ വേണം. ഉപ്പ് ഇച്ചിരി കുറഞ്ഞ് പോയ പോലെ തോന്നും. അതാ ഉള്ളിക്കറി തയ്യാർ. ഉള്ളിക്കറി ഉണ്ടാക്കി ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ. നമുക്ക് കുറച്ചല്ലേ നമ്മൾ കൂട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും കുറച്ചെടുത്ത് ചോറിനൊക്കെ കൂട്ടാം. നല്ല ടേസ്റ്റി ആയിട്ട് ചോറിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്.